എനിക്ക് ലൈഫ് കെയർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. യൂസ് ചെയ്തത് നന്നായെന്ന് തോന്നുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് വരാം, നമുക്ക് നോക്കാന്ന് വെച്ചിട്ട് വന്നതാ. ട്രൂലി ദേ കെയർ ഫോർ അവർ ലൈഫ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. ജസ്റ്റ് പ്രസവക്കുള്ളിന്ന് മാത്രമല്ല, ഒരു ടോട്ടലി മെന്റലി ആൻഡ് ഫിസിക്കലി നമ്മളൊരു ക്യൂറായി നമുക്കൊരു റീബർത്ത് കിട്ടിയ പോലെ തന്നെയാണ്. എൻ്റെ പേര് പൂർണ്ണ, ഞാൻ വെങ്ങല്ലൂരിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ 14 ഡേയ്സിൻ്റെ ഒരു പാക്കേജ് ആയിരുന്നു സെലക്ട് ചെയ്തത്. ഞാൻ ആഫ്റ്റർ 10 ഡേയ്സ് ഡെലിവറി ആയിരുന്നു ഞാനിവിടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾക്കൊരു കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ ചോദിച്ചു ലൈക്ക് എന്തൊക്കെ കംപ്ലയിൻസ് ഉണ്ട്, എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് ചോദിച്ചു. എല്ലാ കാര്യവും ചോദിച്ചു മനസ്സിലാക്കിയായിരുന്നു. അപ്പോൾ ഞാൻ ഹെഡ് ടു ടോ ഉള്ള ബുദ്ധിമുട്ട് മൊത്തം ഞാൻ പറഞ്ഞു, ഇൻക്ലൂഡിങ് ബ്യൂട്ടി റിലേറ്റഡ് കൺസേൺസ് പറഞ്ഞു. അപ്പം ഡോക്ടർ പറഞ്ഞു ലൈക്ക് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് സ്റ്റാർട്ട് ചെയ്തു. ബേബീനെയും നോക്കിയിട്ടുണ്ടായിരുന്നു, ലൈക്ക് ബേബി ഓക്കെ ആണോ ടു സ്റ്റാർട്ട്, കുളിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആണോ എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾ സെറ്റാന്ന് പറഞ്ഞ് പിറ്റേന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇത് ചെയ്തു. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഹെഡ് മസാജ് വെച്ചിട്ടായിരുന്നു. ഹെഡ് മസാജ് വെക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല സുഖമാണ്. ലൈക്ക് എനിക്ക് തോന്നുന്നു ഒരു തരം റിസോർട്ട് സ്റ്റൈൽ സ്പാ ട്രീറ്റ്മെൻറ്റ് പോലെ. നമ്മൾ ആദ്യമൊക്കെ പ്രസവക്കുള്ളി, എൻ്റെ സെക്കൻഡ് ഡെലിവറി ചെയ്തു. അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ പ്രസവക്കുള്ളി എന്ന് പറയുമ്പോൾ ഒരു തരം ടോർച്ചർ പോലെ നമുക്ക് തോന്നുന്നത്. കാരണം നല്ല ചൂട് വെള്ളത്തിലൊക്കെ കുളിച്ച് പെട്ടെന്ന് തീർന്നാൽ മതി എന്ന് തോന്നുമായിരുന്നു. ഇപ്പം ഇത് വന്നപ്പം ആദ്യം കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. ബിക്കോസ് വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പം പഴയ കാലത്തുള്ളവർ പറയും അയ്യോ പുറത്തേക്ക് ഇറങ്ങുമോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. പക്ഷെ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ്, നമുക്ക് ഓക്കെ ആയിരിക്കുമോ എന്നൊക്കെ ആദ്യം കൺഫ്യൂഷനായിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് വരാം, നമുക്ക് നോക്കാമെന്ന് വെച്ചിട്ട് വന്നതാ. വന്നു കഴിഞ്ഞ് ഹെഡ് മസാജ് തുടങ്ങി. ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ അടിപൊളിയാ, ഇത് ചൂസ് ചെയ്തത് നന്നായെന്ന് തോന്നുന്നു. കാരണം ഹെഡ് ടു ടോ അവർ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഉറങ്ങിപ്പോവും, അത് വേറൊരു ഫാക്ട്. പക്ഷെ നല്ല ആ മസാജിൽ തന്നെ നമുക്കൊരു വലിയ റിലീഫാണ് കിട്ടുന്നത്. അപ്പം എനിക്കൊന്ന് 14 ഡേയ്സ് പല പല നമ്മളുടെ കൺസേൺസിനെ അഡ്രസ്സ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ട്രീറ്റ്മെൻറ്റ് ഡിസൈൻ ചെയ്യുന്നത്. എല്ലാം കൊണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ടുവേർഡ്സ് ഒരു മിഡ് ആവുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കംപ്ലയിൻസിൻ്റെ ഓരോ ഫാക്ടേഴ്സും അഡ്രസ്സ് ചെയ്ത് അതൊക്കെ കുറഞ്ഞ പോലെ തോന്നി. ഞാൻ IT വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഷോൾഡർ പെയിൻ ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫസ്റ്റ് വിത്തിൻ 2 ഡേയ്സോ 3 ഡേയ്സ് എനിക്ക് അതിൻ്റെ മാറ്റം ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ തെറാപ്പി ചെയ്യുന്നവർക്ക് തൊടുമ്പോൾ തന്നെ ഇവിടെയല്ലേ വേദന നിൽക്കും. അപ്പോൾ അത് അവരുടെ ആ നോളജിൻ്റെ ആ ഡെപ്ത് നമുക്ക് മനസ്സിലാവും. അത് തന്നെ അവിടെ തന്നെ നമ്മൾ പറയും. എല്ലാം കൊണ്ടും ഭയങ്കര സുഖമായിരുന്നു. ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങാറായപ്പോഴേക്കും എൻ്റെ കംപ്ലയിൻസ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് അഡ്രസ്ഡ് ആയി. ഭയങ്കര റിഫ്രഷ്. ഇപ്പം നമ്മൾ വീട്ടിൽ കാണാൻ വരുന്ന ഗസ്റ്റ് പോലും പറയും ഭയങ്കര റിഫ്രഷ്ഡ് ആയിട്ടിരിക്കുന്നല്ലോ, ഭയങ്കര ഉന്മേഷമാണല്ലോ എന്ന്. ഞാനും പറയുന്നു, അമ്മയും പറയുന്നുണ്ട്, ദൈവമേ 28 ദിവസം പോലും ആയിട്ടില്ല ഈ പെണ്ണിങ്ങനെ നടക്കുന്ന കാണുമ്പോൾ തന്നെ. അമ്മ പോലും വരുന്നവരോടൊക്കെ പറയാം ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ഡെസിഷൻസ് ആയിരുന്നു ഇവിടെ വന്ന് ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. കാരണം പിന്നെ അവരുടെ ഹോസ്പിറ്റാലിറ്റി പറയേണ്ടതില്ല. കാരണം വീട്ടിൽ വന്ന് പിക്ക് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക, എല്ലാം ഉണ്ട്. നമ്മൾ ചില സമയത്ത് വെയിറ്റ് ചെയ്യിച്ചാൽ പോലും നോ കംപ്ലയിൻസ്. പിന്നെ നമ്മൾ വരുമ്പോൾ തന്നെ നമ്മുടെ ബേബീനെ എടുക്കാനും നമ്മുടെ ബാഗൊക്കെ എടുക്കാനൊക്കെ രണ്ടുപേരും എപ്പോഴും റെഡി ആയിട്ട് ഭയങ്കര വിത്ത് സ്മൈലിംഗ് ഫേസ് ആണ് നമ്മൾ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്ക് വാവ് എന്നുള്ളൊരു ഫീലിംഗ്. 14 ഡേയ്സ് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളോട് തെറാപ്പി ചെയ്ത സൗമ്യ ചേച്ചി, രമ്യ ചേച്ചി, തെസ്നി, മീനുകുട്ടി എല്ലാവരുമായിട്ട് നമുക്കൊരു ഇമോഷണൽ കണക്ട് കൂടി തോന്നും. നമുക്ക് എന്നുവെച്ചാൽ ഒരു ഫാമിലിയോട് വിശേഷം പറയുന്ന പോലെ നമ്മൾ വിശേഷമൊക്കെ പറഞ്ഞായിരുന്നു തെറാപ്പി ചെയ്യുന്നത്. ഇപ്പോൾ ഡോക്ടറാണെങ്കിൽ പോലും വന്ന് അന്വേഷിക്കും. ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ ബേബിക്കൊക്കെ ഇടയ്ക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ പുള്ളി പറഞ്ഞു തരും നമുക്ക് എങ്ങനെയാണത് നമ്മൾക്ക് ക്യൂർ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ എന്താ ചെയ്യാൻ പറ്റുക, നമ്മൾ ബേബീനെ എങ്ങനെ കെയർ ചെയ്യണം, നമ്മുടെ വെള്ളം കൂടി കുറയുമ്പോൾ പുള്ളി എങ്ങനെ ഫീൽ ചെയ്യണു എന്നൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. അപ്പോൾ നമുക്കിതൊക്കെ പുതിയ അറിവ്. പിന്നെ ബേബീനെ കുളിപ്പിക്കാൻ നേരത്ത് പോലും നമ്മളെ കാണിച്ചു തരും, നമ്മളിങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത്, മസാജ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ കുഞ്ഞു കുട്ടിയെ കുളിപ്പിക്കാൻ ഇപ്പോഴും ധൈര്യമില്ല. പക്ഷേ ഈ പറഞ്ഞു തരുന്നതുകൊണ്ട് നമുക്ക് ഇനി വീട്ടിൽ പോയി ഒന്ന് പരീക്ഷ നോക്കാലോ എന്നുള്ളൊരു ഫീലിംഗ് ആയി സത്യം പറഞ്ഞാൽ. ഓവറോൾ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് പ്രസവക്കുള്ളിന്ന് മാത്രമല്ല, ഒരു ടോട്ടലി മെൻ്റലി ആൻഡ് ഫിസിക്കലി നമ്മളൊരു ക്യൂറായി നമുക്കൊരു റീബർത്ത് കിട്ടിയ പോലെ തന്നെയാണ്. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് ഹീലായി വരാൻ തന്നെ സമയമെടുത്തു. പിന്നെ നമ്മളൊരു മെൻ്റലി തന്നെ നമുക്ക് അത്ര ഒരു ഉന്മേഷമൊന്നും കിട്ടത്തില്ല. ഫുൾ ടൈം ബേബിനെ ഉറക്കുക, പാൽ കൊടുക്കുക, ആ ഒരു സംഭവം തന്നെ. പക്ഷെ ഇത് കഴിയുമ്പോഴേക്കും നമുക്കൊരു ഫുൾ എനർജി പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അത്
എന്നെ കാണാൻ വിസിറ്റ് ചെയ്ത് വന്നവരൊക്കെ ഇത്തവണ പറയുന്നുണ്ട്, ഇത്തവണ ഭയങ്കര എനർജറ്റിക് ആയിട്ടാണല്ലോ ഞാൻ എല്ലാവരും റിസീവ് ചെയ്യുന്നതും. മൊത്തത്തിൽ ഈ പ്രഗ്നൻസിയോട് തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ നമുക്ക് കൊണ്ടുവന്നു. എനിക്ക് ഓവറോൾ വളരെ ഇഷ്ടപ്പെട്ടു. എൻ്റെ അമ്മയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അമ്മയും വരുന്നവരോടും പോകുന്നവരോടും ഇതാണ് വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസിഷൻസ് ആണ്. പിന്നെ നമുക്ക് ആദ്യത്തെ ഒരു കൺസേൺ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഉള്ളൊരു കൺസേൺ, നമ്മൾ പോയി വരുമ്പോൾ ഡെയിലി പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ്, അതൊക്കെ അവർ അഡ്രസ്സ് ചെയ്തേക്കാം. പിന്നെ നമ്മുടെ ടൈമിങ് അവർ ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് ഇന്ന ടൈം പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അവരത് മാക്സിമം നമ്മൾക്ക് ഇൻക്ലൂഡ് ചെയ്ത് നമ്മുടെ കൺസേൺസും നമ്മളുടെ ടൈമിങ്ങും എല്ലാം അഡ്രസ്സ് ചെയ്ത് എല്ലാം നമുക്ക് എങ്ങനെ ഒരു 5 സ്റ്റാർ ട്രീറ്റ്മെൻറ്റ് തരാൻ പറ്റുമെന്ന് ആലോചിച്ചാണ് അവർ നമ്മുടെ ഫുൾ ട്രീറ്റ്മെൻറ്റ് ഡിസൈൻ ചെയ്യുന്നത്. സോ എനിക്ക് ലൈഫ് കെയർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ട്രൂലി ദേ കെയർ ഫോർ അവർ ലൈഫ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഐ ട്രൂലി റെക്കമെൻഡ് ലൈഫ് കെയർ.